അപ്പോൾ നമുക്ക് ഈഥീനെ എഥനോളിൽ നിന്ന് എഥനോൾ വേപ്പേഴ്സിനെ അലൂമിനക്കകത്തൂടെ പാസ് ചെയ്താൽ 350 ഡിഗ്രി സെൽഷ്യസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈഥീൻ കിട്ടും എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു പ്രിപ്പറേഷൻ ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് വാട്ടർ. ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഹാലൈഡിനെ മാറ്റുക. ഹൈഡ്രജൻ ഹാലൈഡ് ഏതൊക്കെയുണ്ട്? ഹൈഡ്രജനും ഹാലജനും കൂടെ ഫോം HCl ഒരു ഹൈഡ്രജൻ ഹാലൈഡ്. ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ ഇവരെല്ലാം ഹാലജൻസ് എന്നാണ് പറയുന്നത്. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുമ്പോൾ HCl ഒരു ഹൈഡ്രജൻ ഹാലൈഡ്, HBr ഒരു ഹൈഡ്രജൻ ഹാലൈഡ്, HF ഹൈഡ്രജൻ ഹാലൈഡ്, HI ഒരു ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പം ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്താലും ഇതിൽ നിന്ന് ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്യുന്നത് ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഹാലോ ആൽക്കെയിനിൽ നിന്ന് എന്താണ് ഒരു ഹൈഡ്രജൻ ഹാലൈഡിനെ കളഞ്ഞാലും എന്താണ് ഇതിനുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതായത് ഇവിടെ ഒന്ന് നോക്കിയോ. അതായത് നമ്മൾ ഇന്നലെ ക്ലോറോമീഥൈനും മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം പഠിച്ചില്ലേ? അതിനാണ് ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ C2H5Cl ഇവന്റെ പേരെന്താ? ഈഥൈൽ ക്ലോറൈഡ് എന്നാണ് ഇവന്റെ പേര്. ഈഥൈൽ ക്ലോറൈഡ്. ഇവന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇവനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, CH3CH2Cl എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി ഇവന്റെ സ്ട്രക്ചർ വരച്ചാണ് ഞാൻ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നോക്കിയോ, ഇങ്ങനെയല്ലേ വരുന്നത്? ഇവിടെ കണ്ടോ? CH2 ഇവിടെ CH3 ഇവരെ ഹാലോ ആൽക്കെയിൻസ് എന്നാ പറയാ. എന്താണ് ഹാലോ ആൽക്കെയിൻസ്? ഈ ക്ലോറോമീഥൈൻ, ക്ലോറോഈഥൈൻ, ക്ലോറോപ്രോപ്പൈൻ, ഫ്ലൂറോപ്രോപ്പൈൻ, ഫ്ലൂറോഈഥൈൻ, ഫ്ലൂറോമീഥൈൻ ഇതെല്ലാം എന്താണ്? ഹാലോ ആൽക്കെയിൻസ് ആണ്. ഇവരെ നമ്മൾ ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുക. അതായത് ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് പോകും കണ്ടോ. ഇവിടുന്ന് ഒരു ഹാലജൻ കണ്ടോ. ഈ കാർബണിൽ നിന്ന് ഹാലജനും ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അപ്പൊ HCl പോയില്ലേ. അപ്പൊ ബാക്കി എന്താ ഇവിടെ വരുന്നത്? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് എന്ത് വരും? ഡബിൾ ബോണ്ട് വന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈഥീൻ ഫോം ചെയ്തില്ലേ. പ്ലസ് എന്താ? ഇവിടുന്ന് പോയ Hഉം Cലും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? അല്ല സോറി, ഇവിടുന്ന് പോയ H എന്ത് ചെയ്യുന്നറിയാം? ഇവിടുന്ന് പോകുന്ന നോക്കി, ഇവിടുന്ന് പോയ H ഈ OH ആയിട്ട് ചേർന്നിട്ട് H2O ഫോം ചെയ്യും. പിന്നെ ഇവിടുന്ന് പോയ K ഈ Cl ആയിട്ട് റീറ്റ് ചെയ്തിട്ട് KCl ഉണ്ടാവും. ഓക്കെ ആണോ? അങ്ങനെ ഇനിയും ആൽക്കഹോളിക് ആയിരിക്കണം. ആൽക്കഹോളിക്കും ആണ്, ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് ഹോട്ടും ആയിരിക്കും, കോൺസെൻട്രേറ്റഡും ആയിരിക്കും. ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് അതും കൂടെ വേണം എഴുതിക്കും. ഇതിനെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതുന്നത്? C2H5Cl പ്ലസ് ആൽക്കഹോളിക് KOH എന്ന് വരും. എന്നിട്ട് ഇത് C2H4 പ്ലസ് KCl പ്ലസ് H2O. കണ്ടോ, ഇത്ര എഴുതുന്നത്. പക്ഷെ ഇത് എവിടെ നിന്നൊക്കെ കട്ടായി പോകണമെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഇത് വിടർത്തി പഠിക്കണം, എന്നാലേ മനസ്സിലാകും. Cl പകരം Br വരുവാണെങ്കിൽ ഇത് തന്നെ, I വരുവാണെങ്കിൽ എന്താ? ഇത് തന്നെ എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് തന്നെയാണ് കേട്ടോ. ഈ മോളിൽ എഴുതിയിരിക്കുന്ന അതേ റിയാക്ഷൻ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി അത് വേണം എഴുതി കിട്ടും. ഈ റിയാക്ഷൻ എഴുതി കിട്ടും. ഇങ്ങനെ ഈ റിയാക്ഷൻ തന്നെയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ എന്ന് പറയുമ്പോൾ അതെന്താ? അത് കളർലെസ് ആണ്. അതായത് ഈഥീന്റെ കാര്യമാണ് പറയുന്നത്. ഈഥീൻ ഇത് കളർലെസ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ഇൻഫ്ലെയിമബിൾ ആണ്. അതേപോലെ തന്നെ അതിന്റെ അത് മതി, അത് രണ്ടെണ്ണം മതി. പിന്നെ അതിനൊരു പെക്യൂലിയർ ഓർഡർ, അതായത് ഫെയിന്റ് സ്വീറ്റിഷ് സ്മെല്ലാണ്. ചെറിയൊരു മധുരമുള്ളതാണ് എന്നാണ് പറയാം. ഓക്കെ. ഇനി അടുത്തത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -169 ഡിഗ്രി സെൽഷ്യസ് ആ പഠിക്കണം. അതേപോലെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -102 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. അത് വളരെ ചെറുതായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, വാട്ടറിൽ സോലുബിൾ ആകത്തുള്ളൂ. പക്ഷെ ഓർഗാനിക് സോൾവെന്റിനകത്ത് ഹൈലി സോലുബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കാം.
സാറേ ഇത് എല്ലാ ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടി ആണോ? ഏതാ? ഇത് എല്ലാ ആൽക്കെയിൻസിന്റെ പ്രോപ്പർട്ടി ആണോ? അതെ, ഇത് ഈദിന്റെ പ്രോപ്പർട്ടിയാണ്. എല്ലാ ആൽക്കീൻസും ഈ പറയുന്ന കളർലെസ് ഇൻഫ്ലമബിൾ സ്പെയറിംഗിന് സോലുബിൾ ആണ്. പക്ഷെ ബോയിലിംഗ് പോയിന്റ് എല്ലാ ആൽക്കൈൻസിനും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പൊ ഇത് ഈദിന്റെ. ഓക്കെ സർ. ഇത് ഇതിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഇത് എല്ലാ ആൽക്കൈൻസിനും പ്രോപ്പർട്ടിയാണ്. ഇത് എല്ലാ ആൽക്കൈൻസിനും ഉള്ള പ്രോപ്പർട്ടിയാണ്. മനസ്സിലായോ? ഇനിയും അടുത്തത് എന്താ? ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ അനസ്തേറ്റിക് ഇഫക്റ്റ്. അതായത് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ anesthetic effect upon inhalation. മണക്കുമ്പോ ബോധം കിട്ടു പോകുന്നു, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വളരെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടി മാത്രമേ പഠിക്കാവുള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഈ ആൽക്കീൻസ് ഇന്ന ആളുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഓക്കെ. അപ്പം ആദ്യം ഇവനുള്ളത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ അഡീഷൻ ഓഫ് വാട്ടർ ഒന്നും ഇല്ലേ? അഡീഷൻ ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജനും അഡീഷൻ ഓഫ് ഹാലജനും മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കിയോ, നമ്മള് CH2 ഡബിൾ ബോണ്ട് CH2 ഇതല്ലേ നമ്മുടെ ഈഥീൻ. ഇതിനകത്ത് നമ്മൾ അഡീഷൻ റിയാക്ഷനകത്ത് എ എന്നൊന്ന് ഹെഡിങ് കൊടുത്തോണേ. അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആദ്യം നടത്താൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ ആൽക്കിനകത്തോടെ നമ്മൾ എന്തിനെ ആഡ് ചെയ്യാൻ പോവാ? ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ പോവാ. കണ്ടോ? H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് ആണ്. നിക്കൽ കാറ്റലിസ്റ്റ് ടെമ്പറേച്ചർ 200. ഈ ടെമ്പറേച്ചർ ഒന്നും ഓർത്തിരുന്നില്ല, കുഴപ്പമില്ല. കാറ്റലിസ്റ്റ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇല്ലേ? ഒരു ഹൈഡ്രജൻ വേണ്ടി ഇവിടെ വരും, ഒരു ഹൈഡ്രജൻ ഇവിടെ വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഇപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടെ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ കാർബണിന് ചുറ്റും ഇപ്പൊ എത്ര ബോണ്ടാകും? ഇങ്ങനെ വരയ്ക്കാം നോക്കിക്കോ. CH2 CH2 ഇങ്ങനെ വരയ്ക്കുന്നവരാകുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പോവാം. ഇവിടെ H, ഇവിടെ H ഡബിൾ ബോണ്ട്, ഇവിടെ H, ഇവിടെ H. ഒരു ഹൈഡ്രജൻ രണ്ട് ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ എത്ര ബോണ്ട് ആവും? 5 ബോണ്ട് ആവും. 5 ബോണ്ട് കാർബണിന് ചുറ്റും വരുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ബോണ്ട് പൊട്ടിക്കണം. ആ ബോണ്ട് പൊട്ടിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഓൾറെഡി 2 ഹൈഡ്രജൻ അതിലുണ്ട്, അപ്പുറത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നു. ഇവിടെയും ഓൾറെഡി 2 ഹൈഡ്രജൻ അതിലുണ്ടായിരുന്നു, ഇപ്പുറത്തുനിന്ന് ഒരു ഹൈഡ്രജൻ അടുത്ത് എന്തായിട്ട് മാറി? ഇപ്പൊ ഇത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. മനസ്സിലായോ? ഇത് ഓർക്കണം. അതായത് ഇത് അൺസാച്ചുറേറ്റഡ് ആണ്, ഇത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഇനി അഡീഷൻ ഓഫ് ഹാലജൻ. ഹാലജന്റെയും ഇത് തന്നെയാണ്, ബി എന്ന് എഴുതിയിട്ട് അഡീഷൻ ഓഫ് ഹാലജൻ. അഡീഷൻ ഓഫ് ഹാലജൻ സെയിം സാധനം തന്നെ. അതായത് നോക്കി ഇങ്ങനെ എഴുതിയാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ വിടർത്തി തരത്തില്ല കേട്ടോ. പരീക്ഷയ്ക്ക് എങ്ങനെയാ തരുന്നേ? CH2 CH2 അല്ലെങ്കിൽ C2H4 എന്ന് മാത്രമേ തരത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ വിടർത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. പ്ലസ് എന്താ? ഹാലജൻ എന്ന് പറയുമ്പോൾ ഹാലജനെ ആഡ് ചെയ്യാം. അപ്പൊ ക്ലോറിനോ ബ്രോമിനോ ആഡിനോ ആരെയാണ് ആഡ് ചെയ്യാം? അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ അതേപോലെ തന്നെ ഒരു ക്ലോറിൻ വേണ്ടി ഇവിടെയും ഒരു ക്ലോറിൻ എവിടെയും വരും, ഇവിടെയും വരും. അപ്പൊ നോക്കി, ഇവിടെ ഓൾറെഡി എന്താ? CH2 ഉണ്ട്, ഇവിടെ ഒരു Cl വരും, ഇവിടെ CH2 ഉണ്ട്. ഇവന്റെ പേര് ഓർത്തോണം. ഇവന്റെ പേര് 1,2 ഡൈക്ലോറോ ഈഥൈൻ. ഇത് ടെസ്റ്റ് ഫോർ ഇപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ ക്ലോറിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നോക്കിക്കോണേ. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ബ്രോമിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. പ്ലസ് Br2 ആഡ് ചെയ്യുക. Br2 നെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ CCl4 ആണ് ആഡ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബ്രോമിൻ പ്ലസ് CCl4 മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റെഡിഷ് ബ്രൗൺ കളർ ആയിരിക്കും. അതായത് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രണ്ടുപേർക്കും കൂടെ റെഡിഷ് ബ്രൗൺ കളർ, റെഡിഷ് ബ്രൗൺ കളർ. ഓക്കെ. അപ്പൊ നമ്മള് ഈ റെഡിഷ് ബ്രൗൺ കളർ ആയിട്ടുള്ള Br2നെയും CCl4നെയും എന്തിനകത്ത് ഒഴിക്കാൻ പോവാം? ഡ്രോപ്പ് വൈസ് ആയിട്ട് ഈ
ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാം. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാം? ബ്രോമിൻ എന്ത് ചെയ്യും? ബ്രോമിൻ വന്നിട്ട് കണ്ടോ, ഒരു ബ്രോമിൻ വന്ന് ഇവിടെയും ഒരു ബ്രോമിൻ വന്നിട്ട് എന്ത് ചെയ്യും? രണ്ട് ഇവിടെയും ആഡ് ആവും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണെന്നറിയോ, ഇത് ഈ ബ്രോമിൻ ആഡ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇത് റെഡിഷ് ബ്രൗൺ കളറാണ്. ഇവിടെ വരുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇത് കളർലെസ് ആയിട്ട് മാറും. കളർലെസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് മനസ്സിലായി ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ച് ബ്രോമിൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള ബന്ധം ഒന്ന് വേർപെട്ടു. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് റെഡിഷ് ബ്രൗൺ കളർ. ആ ബന്ധം വേർപ്പെടുത്തി ബ്രോമിൻ വന്നതുകൊണ്ട് ഇവിടെ ആഡ് ആയപ്പോഴത്തേക്ക് അവരെന്തായിട്ട് മാറി? കളർലെസ് ആയിട്ട് മാറി. ഇപ്പൊ ഒരു പാത്രത്തിനകത്ത് ഒരു ആൽക്കീനും ഒരു പാത്രത്തിനകത്ത് ആൽക്കീനും എടുത്തു വെക്കുക. ആൽക്കീൻ ഏതാ? ആൽക്കീൻ രണ്ടും കളർലെസ് ആണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽക്കീൻ ഏതാ ആൽക്കീൻ ഏതാ? ബ്രോമിൻ CCl4 എടുത്തിട്ട് രണ്ടിനകത്ത് ഒഴിച്ചാൽ മതി. ബ്രോമിൻ CCl4 എടുക്കുന്ന സമയത്ത് റെഡിഷ് ബ്രൗൺ കളറാണ്. അത് ആൽക്കൈനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ ബോണ്ട് ബ്രേക്കിങ്ങിന്റെ ആവശ്യമില്ല. കാരണം അത് സിംഗിൾ ബോണ്ട് ആൽക്കൈനകത്ത്. ആൽക്കീനകത്തോട്ട് ഒഴിച്ചാലോ? ആൽക്കീനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്രോമിൻ ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അവിടെ പോയിരിക്കുമ്പോൾ ഇതിന്റെ കളർ റെഡിഷ് ബ്രൗൺ കളർ മാറി കളർ. മനസ്സിലായോ? അപ്പം ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചേ. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേറ്റ് ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. അതുകൊണ്ട് ബ്രോമിൻ CCl4 is used for the test for unsaturation എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? അത് ഞാൻ എഴുതുന്നില്ല കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ട്. ബ്രോമിൻ സൊല്യൂഷൻ CCl4 has reddish brown color when added dropwise to ethene. The reddish brown color of bromine disappears due to the formation of colorless dibromoethane. അത് ഇവന്റെ പേര് 1,2-dibromoethane ആണ്. ഡൈബ്രോമോ ഓക്കെ ആണല്ലോ. പിന്നെ ഇതിന്റെ യൂസ് എന്ന് പറയുമ്പോൾ പോളിത്തീൻ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിറ്റർജൻസിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെൽഡിങ്ങും കട്ടിങ്ങിന്റെയും സമയത്ത് ഈ ഈഥീൻ ഗ്യാസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്സി എഥിലീൻ ഫ്ലെയിംസ് ആണ് ഉപയോഗിക്കുന്നത്. വെൽഡിങ് കട്ട് ചെയ്തില്ലേ, ഗ്യാസ് വെൽഡിങ് ഉപയോഗിച്ചു. പിന്നെ അതേപോലെ സിന്തറ്റിക് കെമിക്കൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്രമേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് പോവാണെങ്കിൽ അടുത്തതിലേക്ക് പോവാണ്. ഇവിടെ നോക്കിക്കോളൂ, അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് ഹൈഡ്രോ കാർബൺ ഈത്തൈൻ ആണ്. ഈത്തൈന്റെ പ്രിപ്പറേഷനും അതേപോലെ തന്നെ 2-3 കെമിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ആൽക്കഹോൾസിനകത്തും കുറെ കാര്യങ്ങൾ പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. പിന്നെ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കാം. നാളെ കൊണ്ട് എന്തായാലും ഈ ചാപ്റ്റർ തീർക്കാം. ഇന്ന് തീരുമെന്ന് അറിയില്ല. എനിവേ അടുത്ത എഴുതിക്കോ. അടുത്തത് ആൽക്കൈൻസ് ആണ്. ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്താ? ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതേപോലെ തന്നെ അവന്റെ വേറെ പേര് അസറ്റൈലിൻ, ഓൾസോ കോൾഡ് ആസ് ആൽക്കൈൻസ് അല്ല, സോറി അസറ്റൈലിൻ എടുക്കണ്ട, അത് ഈത്തൈന്റെ നെയിമാണ് അസറ്റൈലിൻ. ഓരോരുത്തരും മാറുമ്പോൾ പേര് മാറും. ഓക്കെ, അങ്ങനെ എടുക്കണ്ട. പിന്നെ എന്താ പറയാ, പിന്നെ ഇവരുടെ ഒരു ലബോറട്ടറി പ്രിപ്പറേഷൻ ഒന്ന് പഠിച്ചേക്കണേ. ഇവരുടെ ജനറൽ ഫോർമുല എന്താ? CnH2n - 2 ആണ് അല്ലേ? അവരുടെ ജനറൽ ഫോർമുല അതാണ്. പിന്നെ ഇവരുടെ ലാബ് പ്രിപ്പറേഷൻ ഒന്ന് പഠിക്കണം. ലാബ് പ്രിപ്പറേഷനകത്ത് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാൽസ്യം കാർബൈഡ് എന്താ? കാൽസ്യം കാർബൈഡ് കോമ്പൗണ്ടാണ്. CaC2 എന്നാണ് അവരുടെ പേര്. CaC2. ഇത് കാൽസ്യം കാർബൈഡ് ആണ്. ഈ കാൽസ്യം കാർബൈഡിനെ അകത്തോട്ട് കുറച്ച് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയാമോ? CaOH ട്വൈസ് പ്ലസ് എന്തുണ്ടാവും അറിയോ? C2H2 ആണ് നമ്മുടെ എന്ത്? ഈത്തൈന്റെ വേറെ പേരാണ് അസറ്റൈലീൻ. പ്രൊപ്പൈന്റെ വേറെ പേരാണ് അല്ലൈലീൻ. അതേപോലെ തന്നെ ബ്യൂട്ടൈന്റെ വേറെ പേരാണ് ക്രോട്ടോണൈലീൻ. അതേപോലെ തന്നെ എന്താണ് പെന്റൈന്റെ വേറെ പേരാണ് പ്രൊപ്പൈൽ അസറ്റൈലീൻ. അതിന്റെ കോമൺ നെയിംസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നത്. CaC2 എങ്ങനെ എഴുതാന്നറിയോ? CaC2 ഇങ്ങനെ എഴുതാം. H2O 2 H2O മോളിക്കൂൾ അല്ലേ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്? ഇവിടെ 2 ഇടണേ. 2 H2O മോളിക്കൂളാണ്. അപ്പൊ നോക്കിയോ, ഒരു H2O മോളിക്കൂളിനകത്ത് HOH ഉണ്ടല്ലോ, അടുത്ത H2O മോളിക്കൂളിനകത്ത് HOH ഉണ്ടല്ലോ. അപ്പൊ നോക്കിയോ, ഈ Ca നേരെ എന്ത് ചെയ്യാന്നറിയോ? ഈ OH ആയിട്ടും അതേപോലെ തന്നെ ഈ Ca
അതുകൊണ്ട് ഈ OH ആയിട്ടും ചേർന്നിട്ട് എന്തുണ്ടാവും? CaOH 2 പ്രാവശ്യം CaOH ബേസ്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു CH ഉണ്ട്, ഇവിടെ ഒരു CH ഉണ്ട്. അതെന്തായിട്ട് മാറും? CH ട്രിപ്പിൾ ബോണ്ട് CH ആയിട്ട് മാറും. ഇതാണ് ഇത്. ഇതിനെയാണ് നമ്മൾ C2H2 എന്ന് എഴുതിയത്. ഓക്കെ, ഇതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് ഓർത്തിരിക്കാം. ഇതും കളക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ ആണ്. കളക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ ആണ്. അതും കൂടെ എഴുതാണ് കളക്ഷൻ ബൈ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് downward displacement of water downward displacement of water. പിന്നെ ഇവന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എഴുതുന്നില്ല. അതിന്റെ it liquefies at -84 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -75 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ it is lighter than air. പിന്നെ എഥിലീൻ എന്ന് പറഞ്ഞാൽ ഈഥൈൻ എന്ന് പറയുമ്പോൾ ഒരു കളർലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ്. അത് പ്യുവർ സ്റ്റേറ്റിൽ അതിന് സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ, സ്വീറ്റ് സ്മെല്ലാണ്. അതേപോലെ തന്നെ കാൽസ്യം കാർബൈഡിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനൊരു ഗാർലിക് ഓർഡർ വരും, വെളുത്തുള്ളിയുടെ മണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫോസ്ഫൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഇനി വെളുത്തുള്ളിയുടെ മണം വരുന്നത്. അപ്പൊ അത് ഓൾറെഡി പ്യൂരിഫിക്കേഷൻ. അതേപോലെ തന്നെ ഇവിടെ ഈ കാൽസ്യം കാർബൈഡ് വഴി അസിറ്റിലീൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അതിനെയാണ് ഫോസ്ഫൈൻ എന്ന് പറയുന്നത്. ഈ ഫോസ്ഫൈൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഫോസ്ഫൈൻ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റിയാണ്. അതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിനെ അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റിനകത്തൂടെയും അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷനകത്തൂടെയോ പാസ് ചെയ്യും. ഏതാ? ഈ ഉണ്ടായ C2H2നെ ഫോസ്ഫൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷനകത്ത് കൂടെയോ അല്ലെങ്കിൽ അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തൂടെയോ പാസ് ചെയ്തിട്ട് ഫോസ്ഫൈനെ മാറ്റും. ഈ ഫോസ്ഫൈൻ ഉള്ളതുകൊണ്ടാണ് ഇതിന് എന്ത് വരുന്നത്? ഒരു വെളുത്തുള്ളിയുടെ മണം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ നെഗ്ലിജിബിളി സോൾബിൾ ഇൻ വാട്ടർ ആണ്. ഓർഗാനിക് സോൾവെന്റ് ഹൈലി സോൾബിൾ ആണ്. ഓക്കെ ആണോ? ഇന്ന് പഠിക്കാൻ ഇല്ല, അഡീഷൻ ഉണ്ടോ? അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് എഴുതിക്കുക. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഇതിനകത്ത് അഡീഷൻ റിയാക്ഷൻ ഉണ്ട്. അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷന്റെ ആദ്യത്തേത് അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇതിനെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നും പറയാം. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. അപ്പം ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ, അതിനെ നമുക്ക് ഇതിന് ഇങ്ങനെ വരയ്ക്കാമേ, വിടർത്തി വരയ്ക്കുമ്പോൾ ഇതിന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനിയും അത് ഹൈഡ്രജനെയാണ് ആഡ് ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നത്? നിക്കലിന്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജൻ ഇവിടെയും വരും, ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? രണ്ട് ഇവിടെയും വരും. അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 ബോണ്ടിൽ ഒരു ബോണ്ട് കട്ടാവും, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ? ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇതെന്തായിട്ട് മാറും? ഇവിടെ ഒരു പുതിയ ഹൈഡ്രജൻ വന്നു, ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു പുതിയ ഹൈഡ്രജൻ വന്നു. അപ്പൊ ഇതിനിടയിൽ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. കണ്ടോ? ഇത് ആൽക്കൈൻ ആയിരുന്നു, ഇത് ആൽക്കീൻ ആയിട്ട് മാറും. ഇനി വീണ്ടും ഇതിനെ ആൽക്കൈൻ ആക്കണേ എന്ത് ചെയ്യണം? നേരത്തെ സ്റ്റെപ്പ് ചെയ്താൽ പോരെ അല്ലേ? നേരത്തെ നമ്മള് ഇതിനെ ആക്കി എങ്ങനെ? വീണ്ടും എന്ത് ചെയ്തു? നിക്കലിന്റെ പ്രസൻസിൽ എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും പോയിട്ട് എന്ത് വരും? HCH സിംഗിൾ ബോണ്ട് H. ഇത് ആൽക്കൈനാണ്, ഇത് ആൽക്കീനാണ്, ഇത് ആൽക്കീനാണ്, ഇത് ആൽക്കെയിനാണ്. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ?
ക്ലിയർ ആണോ? അതായത് 2 സ്റ്റെപ്പ് നടത്തി കഴിഞ്ഞാൽ ആൽക്കൈനിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട്. ഓക്കെ ആണല്ലോ. ഇതിന്റെ രണ്ടാമത്തേത് അഡീഷൻ ഓഫ് ഹാലജൻ. അഡീഷൻ ഓഫ് ഹാലജൻ. ഹാലജനെ ആഡ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്, നോക്കിയോളൂ. നമ്മൾ ആദ്യം ടെക്സ്റ്റിനകത്തെ പോലെ തന്നെ എഴുതാം. നമുക്ക് ഞാൻ പഠിപ്പിച്ചോളൂ, എഴുതട്ടെ. CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇതിനകത്ത് ഹാലജനെ ആഡ് ചെയ്യണം Cl2. എന്താ സംഭവിക്കുന്നത്? ഇവിടത്തെ ഒരു ബോണ്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും. അപ്പൊ ഇവന്റെ നോക്കി, ഇവിടെ H ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇതിലൊരു ക്ലോറിൻ വരും, ഇവിടെ ഡബിൾ ബോണ്ട് ആവും, ഇതിലൊരു ക്ലോറിൻ വരും. ഇതെന്താ? ഇവന്റെ പേരെന്താ അറിയോ? 1,2 ഡൈക്ലോറോ ഈഥീൻ. മറ്റേത് 1,2 ഡൈക്ലോറോ ഈഥെയ്ൻ ആയിരുന്നു, ഇത് ഈഥീൻ. ഇത് വിഗറസ് റിയാക്ഷൻ ആയിരിക്കും. ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ഒക്കെ ഇവോൾവ് ചെയ്യുന്ന വിഗറസ് റിയാക്ഷൻ ആയിരിക്കും. വിഗറസ് റിയാക്ഷൻ. ഇങ്ങനെ എഴുതിക്കോ, ഒരു ഡോട്ട് എഴുതിക്കോ. അസറ്റൈലീൻ reacts vigorously with chlorine gas in the presence of sunlight to give out flames. അത് അവിടെ C2 ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. C2H2 ക്ലോറിനുമായിട്ട് നല്ലതായിട്ട് റിയാക്ട്, സൺലൈറ്റിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറ്റേ 1,2 ഡൈക്ലോറോ ഈഥൈൻ അല്ല ഉണ്ടാകുന്നത്, പകരം വെറും കാർബൺ ഉണ്ടാവും. കാർബൺ പ്ലസ് HCl. ഇവിടെ 2, ഇത് കാർബൺ ആണ്. അതേപോലെ തന്നെ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്താലും എന്താ? ആദ്യം 1,2 ഡൈക്ലോറോ ഇതിനെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിനെ വീണ്ടും ഇത് ചെയ്താലോ, ഇതിനെ വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്താലോ, വീണ്ടും ഇതിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്താലോ, ഒരു ക്ലോറിനും കൂടെ ആയിട്ട് അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അതും കൂടെ അവിടെ എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതാനത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തോട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് താഴോട്ട് എഴുതിയാലും മതി. നമ്മൾ ആ മുകളിലത്തെ തന്നെ ബാക്കിയായിട്ട് ഇങ്ങനെ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് C ഡബിൾ ബോണ്ടോ, ഇവിടെ H, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു H അല്ലേ? ഇതിനകത്തോട്ട് വീണ്ടും ഒരു ക്ലോറിൻ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ക്ലോറിൻ ഇവിടെ ആഡ് ചെയ്തിട്ട് നോക്കി H, C, ഇവിടെ Cl, ഇവിടെ Cl, സിംഗിൾ ബോണ്ട് ആവും. അപ്പം പിന്നെ ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ. ഇവന്റെ പേര് 1,1, 2,2 ടെട്ര 4 ഉണ്ടല്ലോ. ടെട്ര ക്ലോറോ ഈഥൈൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ബ്രോമിൻ ചേർത്താലോ, ക്ലോറിന് പകരം ബ്രോമിൻ ചേർത്താലോ? ആദ്യം 1,2 ഡൈബ്രോമോ ഈഥീൻ ഉണ്ടാവും. വീണ്ടും ബ്രോമിൻ ചേർക്കുമ്പോൾ ബ്രോമിൻ ഇൻ CCl4 ആണ്. ക്ലോറിൻ കൂടെ CCl4 ചേർക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് ഓൾറെഡി കളറൊന്നും ഇല്ല, കളർലെസ് തന്നെ. പക്ഷെ ബ്രോമിനകത്ത് CCl4 ചേർത്ത് കഴിഞ്ഞാൽ അത് റെഡിഷ് ബ്രൗൺ ആവും. അപ്പൊ ആദ്യം അത് ഈഥൈനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ, ഈഥൈൻ അല്ലെങ്കിൽ അസറ്റൈലിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. വീണ്ടും അതിനകത്തോട്ട് എന്താ ബ്രോമിൻ ഇൻ CCl4 ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ റെഡിഷ് ബ്രൗൺ എന്ത് ചെയ്യും? സിംഗിൾ ബോണ്ട് ആയി മാറി കഴിഞ്ഞാൽ അതിന്റെ റെഡിഷ് ബ്രൗൺ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യം ആലോചിച്ചേക്കണം. ഓക്കെ ആണല്ലോ. അത് സിംഗിൾ ബോണ്ട് ആവുന്നുണ്ടല്ല,
ആദ്യത്തെ സ്റ്റെപ്പിലെ മാറും. ഇപ്പൊ അതും കൂടെ വേണമെങ്കിൽ എഴുതിയിരിക്കും, അതും കൂടെ വേണമെന്ന് എഴുതിയിരിക്കും. പെട്ടെന്ന് എഴുതണേ, നമുക്ക് ഇനി ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. അപ്പൊ നോക്കിയോ, റിയാക്ഷൻ വിത്ത് ബ്രോമിൻ. റിയാക്ഷൻ അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിനകത്തോട്ട് ബ്രോമിൻ ആഡ് ചെയ്യാണ്. ബ്രോമിൻ ഇവിടെ CCl4 ആണ്. ഇത് രണ്ട്, ഇത് റെഡിഷ് ബ്രൗൺ കളറാണ് അല്ലേ? റെഡിഷ് ബ്രൗൺ കളറാണ്, ബ്രൗൺ കളർ. ആദ്യം തന്നെ എന്ത് സംഭവിക്കും? HC, ഇവിടെ ഒരു Br, സിംഗിൾ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു Br, ബാക്കി H. ഇതെന്താ? 1,2 ഡൈബ്രോമോ 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 ഈത്ത് ഈത്ത് ഈത്തീൻ. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം ഇവിടെ 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 ഉണ്ടാവുമ്പോൾ തന്നെ ബ്രോമിൻ ഓൾറെഡി ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയി പോയി. ബ്രോമിൻ ഈ CCl4 നിന്ന് സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കളർ നഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഇവൻ എന്താ ചെയ്തു? കളർ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവന്റെ അതിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നോക്കിയോ, Br2 CCl4 ആഡ് ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് സംഭവിക്കും? HCl, ഇവിടെ ഒരു Br ഓൾറെഡി ഉണ്ട്, സിംഗിൾ ബോണ്ടായി. ഇവിടെ ഒരു Br ഉണ്ട്, ഇവിടെ ഒരു H, ഇവിടെ ഒരു Br, ഇവിടെ ഒരു Br. കണ്ടോ? അപ്പൊ ഇത് 1,1,2,2 ഡൈബ്രോമോ 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 ഇതേ കണ്ടോ? ഇവിടെ ഇനിയും ഈ ആൽക്കൈനും ടെസ്റ്റ് ചെയ്യാൻ ഈ ബ്രോമിനും CCl4 അല്ലാതെ വേറൊരു ഇതും കൂടെ എന്താണെന്നറിയാമോ? അതായത് ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഓൺ ആഡിങ് ആൽക്കലൈൻ, ALK എന്നിട്ട് മതി, ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിനെന്ത് കളറാണെന്നറിയോ? അതിന് പർപ്പിൾ കളർ. പെർമാംഗനേറ്റ് to alkane. No color change is observed. No color change is observed. If added to alkene, purple color fades. Purple color fades. And if added to alkyne, the purple color also purple color fades. ഇവിടെ ഒരു റിയാക്ഷൻ പഠിക്കണം. ഇത് ബെയേഴ്സ് ടെസ്റ്റ് എന്നാണ് പറയാ. നോക്കിയോ, അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിനെ നമ്മൾ ആൽക്കലൈൻ KMnO4 ആയിട്ട്, ആൽക്കലൈൻ KMnO4 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ ALK KMnO4 ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ ആണ്, 4 നേസന്റ് ഓക്സിജൻ ആണ് ഇതിനകത്ത്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? ഓക്സാലിക് ആസിഡ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് പർപ്പിൾ കളർ ഫെയ്ഡ് ആവുന്നത്. ഓക്സാലിക് ആസിഡ്, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പർപ്പിൾ കളർ ഫെയ്ഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബെയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. BAE ആണ്, BAEYER, ബെയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, വീണ്ടും 2-3 ടെസ്റ്റുകൾ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കണം, അതുകൂടെ എഴുതുകയാണ്. ഒരു ഡോട്ട് ഇട്ട് എഴുതാം. On adding few drops of ammoniacal cuprous chloride to hydrocarbon to alkane
to alkane, no change is observed. If added to alkene also, no change is observed. No change is observed. If added to alkyne also, alkyne also alkyne, red precipitate red precipitate of copper acetylide is formed. ഒരു ടെസ്റ്റ് ഇനിയും ഈ ആൽക്കൈനകത്ത് ഓൺ ആഡിങ് അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് to alkane, no change is observed. And to alkene also, no change is observed. And to alkyne, white PPT, precipitate of silver acetylide is formed. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് പഠിക്കണം. നമ്മൾ ഒരു റിയാക്ഷൻ വിത്ത് HCl പറഞ്ഞില്ലായിരുന്നു, അതും കൂടെ ഒന്ന് എഴുതണം. അതായത് ഇതിന്റെ HCl ആയിട്ടുള്ള റിയാക്ഷൻ ഒരു ലോട്ടിട്ട് വേണം എഴുതിക്കോ. റിയാക്ഷൻ വിത്ത് HCl. ഒന്നുമില്ല, HCl എന്ന് പറയുമ്പോൾ H ഉം Cl ഉം കൂടെ അവിടെ ഒന്ന് ആഡ് ആവുന്നു, അത്രേ ഉള്ളൂ. Cl2 ഒക്കെ ആഡ് ചെയ്യുന്ന പോലെ ഉള്ളൂ. എന്താ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിനകത്തോട്ട് നമ്മൾ HCl നെ ആഡ് ചെയ്യണം. എന്ത് സംഭവിക്കും? ഒരു H ഇവിടെയും ഒരു Cl ഇവിടെയും വരും. അങ്ങനെയല്ലേ നേരത്തെ ക്ലോറിൻ ആഡ് ചെയ്തപ്പോഴും ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോഴും വന്നേ. അപ്പൊ എന്താ, ഇവിടെ H ഇവിടെ ഒരു H വരും, ഇത് ഡബിൾ ബോണ്ട് ആവും. ഇവിടെ ഓൾറെഡി ഒരു H ഉണ്ട്, ഇവിടെ ഒരു Cl വരും. ഇതിന്റെ പേര് 1-chloro ഈഥൈൻ വരും. ശരിയല്ലേ? വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് HCl ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു H ഇവിടെ വരും, ഒരു Cl ഇവിടെ വരും, ബോണ്ട് ബ്രേക്ക് ആയിട്ട് സിംഗിൾ ബോണ്ട് ആവും. അപ്പൊ ഇവിടെ gives H, Cl, H, ഇവിടെ ഒരു H, സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു H. ഇതിന്റെ പേര് 1-chloro ഈഥീന്. ഇവിടെ 1,1-dichloro കോമയില് ഒരെണ്ണത്തിനേ ഉള്ളൂ കോമ. 1,1-dichloro ഈഥീൻ. പിന്നെ ഇതിന്റെ യൂസസ് എന്ന് പറയുമ്പോൾ ഇതെന്താ, ഇലൂമിനന്റ് ആയിട്ട് ഉപയോഗിക്കും. ഓക്സി അസിറ്റിലീൻ ലാമ്പ് എന്ന് പറഞ്ഞ ലാമ്പ് ഉണ്ട്, അതിനകത്ത് കത്താൻ ഉപയോഗിക്കുന്ന സാധനമാണിത്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്, അതിനുവേണ്ടി ഉപയോഗിക്കും, പഴുക്കാനൊക്കെ. പിന്നെ അതേപോലെ തന്നെ സിന്തറ്റിക് പ്രോഡക്റ്റ്, പോളിമർ, ആർട്ടിഫിഷ്യൽ റബ്ബർ, ഓക്സാലിക് ആസിഡിന്റെ ഒക്കെ പ്രിപ്പറേഷൻ, ഓക്സാലിക് ആസിഡ് പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന് ഉപയോഗിക്കും. പിന്നെ അസറ്റാൽഡിഹൈഡ് ആൽഡിഹൈഡ്സ് ഉണ്ടാക്കാൻ, അതായത് എഥനാൽ, അസറ്റിക് ആസിഡ്, പ്ലാസ്റ്റിക്, റബ്ബർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ് വെൽഡിംഗ്, അതിന് ഓക്സി അസറ്റിലിൻ എന്ന് പറയുന്ന ഒരു വാതകമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതും അസറ്റിലിൻ അല്ലെങ്കിൽ ഈ ഈഥൈനിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് ആൽക്കഹോൾ എഴുതിക്കോളൂ. ആൽക്കഹോൾ പെട്ടെന്ന് എഴുതണേ, നമുക്ക് 15 മിനിറ്റ് കൊണ്ട് രണ്ട് സാധനം തീർത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അടുത്തത് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ അവര് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹൈഡ്രോക്സി അതെന്താ പറയുക, OH ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. OH ഗ്രൂപ്പ്.
ഓക്കെ ആണല്ലോ. ഫസ്റ്റ് മെമ്പർ മീഥൈൽ ആൽക്കഹോളാണ്. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താ? CH3OH. ഇവൻ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും, അഥവാ മെഥനോൾ എന്ന് പറയാം, മെത്തനോൾ എന്ന് പറയാം. അതേപോലെ രണ്ടാമത്തെ മെമ്പർ ഈഥൈൽ ആൽക്കഹോൾ ആണ്. അപ്പൊ C2H5OH. ഇവനെ എങ്ങനെയും കൂടെ എഴുതാന്നാ പറഞ്ഞത്? CH3CH2OH എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവന്റെ പേര് ഈഥൈൽ ആൽക്കഹോൾ ആണ്, അല്ലെങ്കിൽ എഥനോൾ എന്ന് പറയാം, ഇവരെ രണ്ടുപേരും പ്രിപ്പറേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇവരുടെ രണ്ടുപേരും കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അതില് ഒക്കൂറൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ നേരെ ലാബ് പ്രിപ്പറേഷനിലോട്ട് കയറുകയാണ്. ലാബ് പ്രിപ്പറേഷനിലോട്ട് കയറുകയാണ്. ലാബ് പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും ആൽക്കൈൽ ഹാലൈഡ്സ് ഇല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, ഇങ്ങനെയുള്ള ആൽക്കൈൽ ഹാലൈഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾസ് കിട്ടും. നോക്കിയോ, അപ്പൊ ഇങ്ങനെ എഴുതേണ്ടത്, it can be prepared by the hydrolysis of alkyl halide. ആൽക്കൈൽ ഹാലൈഡിന് വേറെ പേരെന്താ? ഹാലോ ആൽക്കൈൻ എന്നും പറയും. അതായത് ആൽക്കൈനകത്തോട്ട് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിനോ ബ്രോമിനോ അയോഡിനോ ഒക്കെ വരുന്നതിനാണ് ഹാലോ ആൽക്കൈൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. ഓർത്തോണം, എപ്പോഴും ഓർത്ത് വെച്ചോണം. അപ്പൊ നമുക്ക് ഒരു ഇത് എഴുതാം, നോക്കിക്കോളൂ. നമ്മള് ഒരു CH3Br എടുക്കുകയാണ്. ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് അല്ലേ, ബ്രോമോമീഥൈൽ അഥവാ മീഥൈൽ ബ്രോമൈഡ് എന്നാണ് പറയുന്നത്. ഇതിനകത്തോട്ട് ഡയറക്റ്റ് ഞാൻ വാട്ടർ ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് വാട്ടർ ആഡ് ചെയ്യുക. അക്വസ് KOH ആണ് ആഡ് ചെയ്യുന്നത്. അക്വസ് KOH എന്ന് പറയുന്നത് എന്താ? KOH എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അക്വസ് KOH ആയിട്ട് മാറി. അപ്പൊ അതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. അത് ഇതിനകത്ത് ആഡ് ചെയ്താലും ഹൈഡ്രോളിസിസ് നടക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ അക്വസ് KOH എടുക്കുന്നത്, KOH അക്വസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇവിടെ ഒന്ന് ഈ ബ്രോമിനുമായിട്ടുള്ള ഈ ബോണ്ട് അങ്ങ് പൊട്ടും, കെയുമായിട്ടുള്ള ഈ ബോണ്ട് പൊട്ടിയിട്ട് ഈ OH വേണ്ടി ഇവിടെ വന്നിട്ട് ബ്രോമിൻ നേരെ കേടുള്ളത്. അപ്പൊ ഇവിടെ CH3OH, ഇവന്റെ പേര് മെഥനോൾ എന്നാണ്. പ്ലസ് എന്താ? KBr. ഇനി എഥനോൾ ഉണ്ടാക്കണമെങ്കിലോ C2H5Cl, ഇവന്റെ പേരെന്താ? ഈഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈഥൈൽ എന്നാ പറയാം അല്ലേ. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? KOH അക്വസ് KOH ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ C2H5OH വരും, പ്ലസ് എന്താ? KBr വരും. അപ്പോഴെന്താ? അപ്പൊ എഥനോൾ ഫോം ചെയ്തു. ഓക്കെ. ഇനി ഇത് NaOH ആയിട്ടും ചെയ്യാൻ കേട്ടോ. അക്വസ് NaOH ആയിട്ടും വേണം ചെയ്യാം. C2H5Cl പ്ലസ് NaOH, ഇതും അക്വസ് ആണ്. അക്വസ് NaOH ചെയ്താലും എന്താണ്? C2H5OH ആയിരുന്നു. അപ്പോഴും എഥനോളും പ്ലസ് NaCl ഉണ്ടാവും. ഓക്കെ ആണോ? പിന്നെ ഒരു ഡോട്ട് ഇട്ട് എഴുതാം, they are inflammable solids. ഇല്ലേ, ആൽക്കഹോളിനകത്തോട്ട് തീ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കും? മണ്ണെണ്ണയ്ക്കകത്ത് തീ ഇടുന്നതല്ല, കത്തും. മനസ്സിലായോ? അപ്പം they are inflammable volatile liquids. അതേപോലെ തന്നെ their melting boiling point increases with increase in molecular weight. എന്ന് പറഞ്ഞാൽ എന്താ? മീഥൈൽ ആൽക്കഹോളിന്റെ അല്ലെ മെഥനോളിന്റെ വെയിറ്റ് ആണോ എഥനോളിന്? അവിടെ ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടുകയാണ്, അപ്പൊ മാസ് കൂടി. അപ്പം മാസ് മോളിക്കുലർ വെയിറ്റ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പം മെഥനോളിനെക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും മെഥനോളിൽ, അതിനേക്കാളും കൂടുതലായിരിക്കും പ്രൊപ്പനോളിൽ. ഓക്കെ ആണല്ലോ. ഇനി ലൈറ്റർ ദാൻ വാട്ടർ ആണ്, അതായത് സോലുബിൾ ഇൻ വാട്ടർ ആണ്. സോലുബിൾ ഇൻ വാട്ടർ ആണ്. അതേപോലെ തന്നെ കളർലെസ് ആണ്. ഫെയിന്റ് ഓർഡർ ആണ്. മദ്യപിച്ച ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. ഓക്കെ, ഫെയിന്റ് ഓർഡർ ആണ്. അതേപോലെ തന്നെ ടോക്സിക് ആണ്, സം ആർ ടോക്സിക്.
എഥനോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോളാണ്. നേരെ മറിച്ച് മെഥനോൾ ആണെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എവിടെയും പോയി വിളക്ക് കത്തിച്ച് കിടക്കേണ്ടി വരും, അത് ചത്തു പോകും. ഓക്കെ, സം ആർ ടോക്സിക്. പിന്നെ ഈ എഥനോൾ ഇതേൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ പാർട്ടിനെ അഫക്ട് ചെയ്യും. അങ്ങനെയുള്ള മസ്കുലാർ മൂവ്മെന്റ് എന്ത് ചെയ്യും, അത് തടയപ്പെടും. അതുകൊണ്ടാണ് ഈ വെള്ളം അടിച്ചാൽ ഇങ്ങനെ പാമ്പൊക്കെ കഴിഞ്ഞു പോകുന്നത്, എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞു പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മെഡുല ഒബ്ലാങ്കറ്റ് അല്ലെങ്കിൽ സെറിബെല്ലം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യുമ്പോൾ അവർ വേറൊരു തലത്തിലേക്ക് പോകും. അപ്പൊ അവർക്ക് ബാലൻസ് ഒന്നും കിട്ടത്തില്ല. ബ്രെയിനെ അഫക്ട് ചെയ്യുന്നത്, ബ്രെയിനാണ് ബോഡി ബാലൻസിന്റെ സെന്റർ. അപ്പം അവിടെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ബോഡി ബാലൻസ് കിട്ടത്തില്ല. ഇവര് മറ്റേ റാമ്പ് വോക്ക് ചെയ്യുന്ന പോലെ വോക്ക് ചെയ്യും. അപ്പൊ അത് പിന്നെ ഈ പറഞ്ഞ എക്സസീവ് ആയിട്ട് അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിവറിനെയും കിഡ്നിയും ഒക്കെ എന്ത് ചെയ്യും, ഒക്കെ ബാധിക്കും ഇല്ലേ. കരളിനെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ. ഇനി ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ആദ്യം കമ്പഷൻ ആണ് പറയാനുള്ളത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുക, അത്രേ ഉള്ളൂ. നമുക്കറിയാം, ഞാനൊരു C2H5OH എടുത്തിട്ട് കത്തിച്ചാൽ എന്ത് സംഭവിക്കും, ഓക്സിജന്റെ പ്രസൻസ് കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും, കുറെ ഹീറ്റും ലൈറ്റും ഉണ്ടാവും. ശരിയല്ലേ, ഇല്ല, ഇതല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 3, ഇവിടെ 2. അപ്പൊ ഇത് എഥനോൾ ആണ് എടുത്തിരിക്കുന്നത്. എഥനോൾ ബേൺസ് വിത്ത് പെയിൽ ബ്ലൂ ഫ്ലെയിം. നിങ്ങൾ സിനിമയ്ക്കകത്തൊക്കെ എഥനോൾ ഒഴിച്ചിട്ട്, മദ്യം ഒഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കത്തിക്കുമ്പോൾ നീല വെട്ടമാണ്. അപ്പൊ അതെന്തുകൊണ്ട് എഥനോൾ ബേൺസ് വിത്ത് പെയിൽ ബ്ലൂ. രണ്ടാമത്തേത് റിയാക്ഷൻ വിത്ത് സോഡിയം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതായത് ആൽക്കോക്സൈഡ് ഗ്രൂപ്പ് ഫോം ചെയ്യും ഈ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. നോക്കിയോ, അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. നോക്കിയോ, CH3OH സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഇതിന്റെ ഈ ബോണ്ട് പൊട്ടിയിട്ട് ഈ Na ഇവിടെ വരും. അപ്പൊ ഇത് നോക്കി, CH3ONA എന്ന് വരും, കണ്ടോ. പ്ലസ് എന്താ, H മാത്രമായിട്ട് ഒരിക്കലും ഇരിക്കത്തില്ല, H2 ആയിട്ട്. ഇവന്റെ പേര് സോഡിയം. ഇവനെ നമ്മൾ എന്ത് ഗ്രൂപ്പ് എന്നാ പറഞ്ഞത്, മെത്ത അല്ലേ. അപ്പൊ സോഡിയം മെത്തോക്സൈഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഇനി എഥനോൾ വെച്ചാലോ, C2H5OH വെച്ചാലോ, അതും സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് C2H5ONA വരും, പ്ലസ് H2. നോക്കി, ഇത് സോഡിയം ഇത് സോഡിയം ഇതോക്സൈഡ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലാവുന്നത്? നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു, ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനും ആണോ. ഇത് നോക്കി, ഇത് മെറ്റൽ അല്ലേ, ഇതൊരു സോൾട്ടാണ്, ഇത് ഹൈഡ്രജൻ. അപ്പൊ ഇത് മെറ്റലും ഇത് സോൾട്ടും ഇത് ഹൈഡ്രജൻ ആണെങ്കിൽ ഇതിന് എന്ത് നേച്ചർ ആയിരിക്കും, അസിഡിക് നേച്ചർ. അപ്പൊ ആൽക്കഹോളിന് അസിഡിക് നേച്ചർ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു റിയാക്ഷൻ കൂടാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി മൂന്നാമത്തേത് ഇതും കൂടെ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ ഇതാണ്. ഇനി ഇവിടെ ഒരു ഡോട്ട് എഴുതിക്കോ. എഫർവെസൻസ് ഓഫ് ഹൈഡ്രജൻ serves as a test for alcohol എന്ന് പറയാൻ അർത്ഥം എന്താണെന്നറിയോ? ഹൈഡ്രജനെ ബബിൾ ചെയ്ത് വരുമ്പോഴേ മനസ്സിലായിക്കോണം അത് ആൽക്കഹോളിനകത്താണ് ടെസ്റ്റ് നടത്തിയെന്നുള്ള കാര്യം അറിയിച്ചോണം. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി റിയാക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മൂന്നാമത്തേത് റിയാക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് CH3COOH എടുക്കാം. അസറ്റിക് ആസിഡ് അല്ലേ. അപ്പൊ നമ്മുടെ ആൽക്കഹോൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു ആൽക്കഹോൾ ആയിക്കോട്ടെ, അതായത് C2H5OH അസറ്റിക് ആസിഡുമായിട്ട്, അതായത് CH3COOH റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടത്തെ
ഇതിനകത്ത് H2SO4 കൂടെ ആഡ് ചെയ്യാണ്. H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആസിഡ് നമ്മുടെ ദേഹത്ത് വീണാൽ എന്താ സംഭവിക്കും? പൊള്ളും. പൊള്ളുക എന്ന് പറയാൻ അർത്ഥം എന്താ പറയുക? അവിടുന്ന് വെള്ളം വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ ഒരു എച്ചും ഒരു OH എടുക്കും. അപ്പൊ ഇവിടെ ഒന്ന് ഒരു എച്ചും ഇവിടെ ഒന്ന് ഒരു OH എടുത്തുണ്ടായിരുന്നു. അപ്പൊ ബാക്കി എന്ത് വരും? ബാക്കി ഇവ നേരെ വന്ന് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരും. C2H5O CH3 വരും. ശരിയല്ലേ? ശരിയല്ലേ? ആണോ? അല്ലെങ്കിൽ തിരിച്ചെഴുതാം നമുക്ക്. CH3COO CH3COO C2H5 ഇവന്റെ പേര് ഈഥൈൽ എഥനോയേറ്റ് ആണ്. ഇവൻ ഒരു എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയോ? ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എസ്റ്റേഴ്സ് ആർ ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. അപ്പം ഓർത്തു വെച്ചോണം. അതായത് ഇത് എസ്റ്റർ ആണ്. എസ്റ്റർ എന്ന് പറയുന്നത് നമ്മള് പഴം കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മണം വരത്തില്ലേ? മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഒരു മണം വരത്തില്ലേ? ചക്ക കട്ട് ചെയ്യുമ്പോൾ മണം വരും. ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ മണം വരത്തില്ലേ? അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒരു മണം വരും. ആ മണത്തിന് കാരണം അതിനകത്തെല്ലാം നാച്ചുറൽ എസ്റ്റേഴ്സ് ഉള്ളതാണ്. ഇത് തന്നെ നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ കുടിക്കുന്ന ഫ്രൂട്ടി. നമ്മൾ പറയാം ഒറിജിനൽ പൾപ്പ് മാങ്ങയാണ്, എനിക്ക് മാങ്ങയുടെ കഷ്ണം കിട്ടി എന്നൊക്കെ ചുമ്മാ ഉള്ളൂ. ഇത്രയും ലോകത്തിൽ ഇത്ര ആൾക്കാരുടെ വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാങ്ങ എവിടെ ഇരിക്കും? അപ്പൊ അത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന എസൻസ് ആണ്. അതാണ് നമുക്ക് ഫ്രൂട്ടി ആയിട്ട് സൂപ്പർ ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ കെമിക്കൽ ഇല്ലാത്ത സാധനം. ഇത് നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാം. മാങ്ങയുടെ എസ്റ്ററും ചക്കയുടെ എസ്റ്ററും എന്താണ് പഴത്തിന്റെ എസ്റ്ററും അതേപോലെ തന്നെ ആപ്പിളിന്റെ എസ്റ്ററും എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ലാബിൽ തന്നെ ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് എഴുതിയെടുക്കാം, എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ആലോചിച്ചോണം, ഒരു ആൽക്കഹോളും ഒരു ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് അതായത് ഓർഗാനിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. എസ്റ്റേഴ്സിനകത്ത് അപ്പം OH നഷ്ടപ്പെടുന്നത് ആസിഡിൽ നിന്നും, H നഷ്ടപ്പെടുന്നത് എന്താ? ആൽക്കഹോളിൽ നിന്നുമായിരിക്കും. ഇവനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മള് ഈതറിനെ നെയിം ചെയ്യാൻ പഠിച്ച പോലെയാണ്. അതായത് ഇവിടെ ഈ ഓക്സിജന്റെ ഇപ്പുറത്താണോ കൂടുതൽ കാർബൺ ആറ്റം നോക്കുക. കൂടുതൽ കാർബൺ ആറ്റം ഉള്ളവനെ അവന്റെ പേരിന്റെ ഇത് ചോദിച്ച് OH ചേർത്ത് പുറകിൽ എഴുതുക. കുറവ് കാർബൺ ആറ്റം ഉള്ളതിനെ ആൽക്കൈലായിട്ട് ഫ്രണ്ടിൽ എഴുതുക. ഇവിടെ നോക്കി, ഇവിടെയും 2 കാർബൺ ആണ്, ഇവിടെയും 2 കാർബൺ. 2 കാർബൺ എഥൻ OH ചേർത്ത് എഴുതി. ഫ്രണ്ടിലും 2 കാർബൺ ആണ്, അപ്പോഴെന്താ? അവനെ ഇതിലാണ്. ഇങ്ങനെ വരുമായിരുന്നെങ്കിലോ? ഇപ്പം CH3 CH2 COO C2H5 എന്ന് വരുമായിരുന്നെങ്കിൽ, അപ്പൊ ഇവിടെ ഓടെ ഇപ്പുറത്ത് 3 കാർബണും ഇപ്പുറത്ത് 2 കാർബൺ. കൂടുതൽ കാർബൺ ആറ്റത്തിനുള്ളതിനെ OH ചേർത്ത് പുറകിൽ എഴുതണം. അതായത് ഇവിടെ പ്രൊപ്പനോയേറ്റ്. കുറവ് കാർബൺ ഇപ്പൊ 2 കാർബൺ, അവനെ ഈഥൈൽ പ്രൊപ്പനോയേറ്റ്. ഓക്കെ ആണല്ലോ? ഇത്രമേ ഉള്ളൂ അഭാഗത്ത് പഠിക്കാൻ. ഇനിയും ഈഥൈൽ ആൽക്കഹോളിന്റെ എന്താണ് പ്രത്യേകത എന്താ? അത് ഒരു ഗുഡ് സോൾവെന്റ് ആയിട്ട്, അത് ഞാൻ ഇതൊന്നും പറയുന്നില്ല, അത് എഴുതുന്നില്ല, എന്നാൽ ഞാൻ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അതായത് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കും. സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ, അതായത് ഇപ്പൊ പെയിന്റ് ഒക്കെ നല്ല കട്ടിയല്ലേ, അതിനെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും. അതായത് ഗമ്മ്, അതായത് പശ, അതേപോലെ റെസിൻസ്, ഇതൊക്കെ ലൂസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കും സോൾവെന്റ് ആയിട്ട്. പിന്നെ അതേപോലെ തെർമോമീറ്ററിൽ യൂസ് ചെയ്യാറുണ്ട് ഈഥൈൽ ആൽക്കഹോൾ, പക്ഷെ നമ്മളിവിടെ മെർക്കുറി ഉപയോഗിക്കുന്നത്. പിന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ബയോളജിക്കൽ സ്പെസിമെൻസ്, അതായത് മരപ്പട്ടി, പാമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ഈ ഇതിനൊക്കെ പോകത്തില്ല, നമ്മള് എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ കാണത്തില്ല, ഒരു സൊല്യൂഷൻ ആക്കി വെച്ചിരിക്കുന്നത്. ഫോർമാൽഡിഹൈഡ് ആണ് ഉപയോഗിക്കുന്നത്, എന്നാൽ ആൽക്കഹോൾ ഇത് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താണ് അത് ഈ പറഞ്ഞ പോലെ ക്ലോറോഫോം, ഐഡോഫോം, ഈതർ, അസറ്റിക് ആസിഡ്,
അതേപോലെ ഡൈസ്, എസ്റ്റർ, പെർഫ്യൂംസ്, ആന്റിസെപ്റ്റിക്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആസ് എ ഫ്യൂവൽ പവേർഡ് ഫ്രം ആസ് എ ഫ്യൂവൽ ഇൻ പവേർഡ് ഫോം ആൻഡ് ആസ് ആൻ ആന്റി ഫ്രീസ് ഫോർ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. ആന്റി ഫ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൽക്കഹോൾ ഉപയോഗിക്കാം. കാരണം ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒത്തിരി കുറവാണ്, അതായത് 0 നെഗറ്റീവാണ്. അപ്പൊ ഇത് എന്താവില്ല, ഫ്രീസ് ആവുമ്പോൾ നല്ലതായിട്ട് തണുപ്പിക്കണം, അങ്ങനെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓർത്തോണം, ആന്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഓർത്തോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡീനേച്ചേർഡ്, അത് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ആൽക്കഹോൾ ആദ്യം ഒബ്റ്റൈൻ ചെയ്യുന്നത് 95% പ്യൂർ ആണ്. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ആദ്യം നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്ന ആൽക്കഹോൾ 95% പ്യൂർ, അതിനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. പിന്നെ ഈ ഈഥൈൽ ആൽക്കഹോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോളാണ്, പക്ഷെ ഇത് പല പെയിന്റ് ഇൻഡസ്ട്രിയിലും സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവർ അവിടെയുള്ള ജോലിക്കാരൊക്കെ ഇത് മിസ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യും? അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതെടുത്ത് കുടിക്കുക, മിസ്യൂസ് ചെയ്യുക. ഇത് കുടിക്കാൻ പറ്റുന്നതല്ലേ, മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനകത്ത് പൈരിഡിൻ, മെഥനോള് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് പോലെയുള്ള വിഷങ്ങൾ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുതലാളി എന്ത് ചെയ്യും? മുതലാളി വിറ്റച്ചൊക്കെ എടുക്കും, ഇവരെന്ത് ചെയ്യും? രാത്രി എന്ത് ചെയ്യും? മദ്യപിക്കും. മനസ്സിലായോ? അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേര് എന്താണെന്നറിയോ? മെഥിലേറ്റഡ് സ്പിരിറ്റ് ഓർ ഡീനേച്ചേർഡ് ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അത് ഞാൻ എഴുതുന്നില്ല. പിന്നെ അതിനകത്ത് ഈ 5% എഥനോളും പിന്നെ കളേർഡ് ആയിട്ടുള്ള ഡൈയും പിന്നെ കുറച്ച് പൈരിഡിനും ആഡ് ചെയ്യും. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ സ്പ്യൂരിയസ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ദിസ് ഈസ് illicit liquor made by improper distillation. It contains large proportion of methanol in a mixture of alcohol and it is fatal for human consumption. Spurious alcohol എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴി ഉണ്ടാക്കാത്ത ആൽക്കഹോൾ ആണ്. അതിനകത്ത് ഇപ്പൊ മെഥനോൾ ആണ് കൂടി നിൽക്കുന്നത്. അപ്പൊ മെഥനോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകും, അതാണ് അർത്ഥം. മനസ്സിലായി? പിന്നെ ഇമ്പ്യൂർ ആയതുകൊണ്ട് തന്നെ അത് പെയിന്റിന്റെയും വാർണിഷിന്റെയും കമ്പനിയുടെ ഒക്കെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത്രമേ ഉള്ളൂ അത്. ഇനി നമ്മുടെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡിലേക്ക് പോവാണ്. അതോടെ പഠിപ്പിച്ച് കഴിഞ്ഞ് ചാപ്റ്റർ നിർത്തുവാണ്. നോക്കിക്കോളൂ, എഴുതിക്കോളൂ. കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒരു കാർബോക്സിലിക് ആസിഡ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ജനറൽ ഇതെന്ന് പറയുമ്പോൾ COOH ആണ്. പേരിന് അവസാനം ഓയിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെമ്പർ മെഥനോയിക് ആസിഡ് ആണ്, HCOOH ആണ് ഫസ്റ്റ് മെമ്പർ. മെത്തനോയിക് ആസിഡ് എന്ന് പറയും, മെത്തനോയിക് ആസിഡ് എന്ന് പറയും. ഇവരെ തന്നെ ഫോർമിക് ആസിഡ് എന്നും പറയും, അടുത്തത് രണ്ടാമത്തെ മെമ്പർ എത്തനോയിക് ആസിഡ് ആണ്, ഡോട്ട് ഇടണ്ട, എത്തനോയിക് ആസിഡ് ആണ്, CH3COOH. ഇത് എത്തനോയിക്, 2 കാർബണുള്ള ഓയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് ആണ്. അവരെ നമ്മൾ അസറ്റിക് ആസിഡ് എന്നും പറയും, അസറ്റിക് ആസിഡ് എന്നും പറയും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരാളെ കൂടെ പഠിച്ചോണം, ഓക്സാലിക് ആസിഡ്. നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ, 2 കാർബോക്സിലിക് OH ഗ്രൂപ്പ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നതിന് നമ്മൾ പറഞ്ഞ പേര് ഓക്സാലിക് ആസിഡ്. ഇതിനെ ഇങ്ങനെയോ എഴുതുവേ, അതായത് COOH ട്വൈസ് എന്ന് എഴുതുവേ, അതൊന്ന് വെച്ചോണം. പിന്നെ 3 കാർബൺ വരുന്നതിന് പ്രൊപ്പനോയിക് ആസിഡ്, 4 കാർബൺ വരുന്നതിനെ ബ്യൂട്ടനോയിക് ആസിഡ്. അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ബ്യൂട്ടനോയിക് ആസിഡിനെ ബ്യൂട്ടൈറിക് ആസിഡ് എന്നും പ്രൊപ്പനോയിക് ആസിഡിനെ പ്രൊപ്പിയോണിക് ആസിഡ് എന്നുമാണ് അതിന്റെ വീട്ടിൽ വിളിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, കോമൺ നെയിം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയും ഇവരുടെ ബോണ്ടിങ് ഇങ്ങനെയാണ്. അതായത് ഞാൻ ഓൾറെഡി ഇന്നലെ സ്ട്രക്ചർ വരച്ചപ്പോൾ പറഞ്ഞായിരുന്നു, CH3 C ഡബിൾ ബോണ്ടോ OH എന്നായിരിക്കും, അതിനെയാണ് COH നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ ഇതിന്റെ എന്താണ്, ഇത് ഡോട്ട് കളർലെസ് ആണ്, പ്യൂർ ആയിട്ടുള്ളത് കളർലെസ് ആണ്. അടുത്ത എന്താണ്, പഞ്ചന്റ് സ്മെല്ലാണ്, സ്മെല്ലാണ്. അതേപോലെ തന്നെ എന്താണ്, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 17°C. അപ്പൊ എന്താ സംഭവിക്കും? തണുപ്പ് കാലത്ത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം ഈ മഴ പെയ്തപ്പോ ഇപ്പൊ 22°C ആയി. 17 താഴെ പോകും തണുപ്പ് കാലം, ശരിയല്ലേ? 17 താഴെ പോയി കഴിഞ്ഞാൽ ഈ എന്താണ്, അസിറ്റിക് ആസിഡ് നിങ്ങൾ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിരിക്കുക, അതെല്ലാം കട്ടാൾ. അതിനെ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അതൊന്ന് എഴുതി വെച്ചോണം. അതായത് the anhydrous acid on cooling forms a crystalline mass as the melting point of it is 70°C. For this reason
it is called as glacial acetic acid. Glacial acetic acid. പിന്നെ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 118 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ? It is hygro. പിന്നെ സോലബിലിറ്റിയും കൂടെ എഴുതിക്കും. സോലബിൾ കെമിക്കൽ പ്രോപ്പർട്ടി 1-2 പഠിക്കാവുള്ളൂ. നോക്കട്ടെ അതിനകത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലോ. അപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? പ്യുവർ കളർലെസ് ആണ്, അതേപോലെ തന്നെ പഞ്ചന്റ് സ്മെല്ലാണ്, വിനീഗറിന് സ്മെല്ലാണ്. അത് പിന്നെ 17 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഗ്ലേഷ്യൽ അസിറ്റിക് അതിനെ ക്രിസ്റ്റലൈൻ മാസ് ഫോം ചെയ്യും. ടെമ്പറേച്ചർ എത്രയാണ്? 118 ഡിഗ്രി സെൽഷ്യസ്. ഹൈഗ്രോസ്കോപ്പി പറഞ്ഞു. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ എന്താ? ഇതെന്താ? ഇതിനെന്താ പറയുക? ഈർപ്പം വലിച്ചെടുക്കുന്നതിനാണ് ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇത് ഏതിന്റെയും മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഈർപ്പം വലിച്ചെടുക്കും. ഓക്കെ, ഇനിയും കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ എഴുതിക്കും. തീർന്നു കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം ഇത് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇത് വീക്ക് ആസിഡ് ആണ്. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസ് റെഡ്. പിന്നെ ഇത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയപ്പം CH3COOH പ്ലസ് Na എന്താ സംഭവിക്കുന്നത്? നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, OH ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ Na റിയാക്ട് ചെയ്തപ്പോൾ H നെ മാറ്റിയിട്ട് Na അവിടെ വന്നു. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ആ H നെ മാറ്റിയിട്ട് Na തന്നെ വരും. COONA വരും. മറ്റേ സോഡിയം എതോക്സൈഡ് എന്നാണ് പറയുന്നത്. ഇത് സോഡിയം എഥനോയേറ്റ് എന്ന് പറയും. ഇതും സോൾട്ട് തന്നെയാണ്. സോഡിയം എഥനോയേറ്റ് എന്ന് പറയും. പ്ലസ് എന്താണ്? വാട്ടർ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത പ്ലസ് ഹൈഡ്രജൻ ആണ്. പ്ലസ് ഹൈഡ്രജൻ ആണ്, വാട്ടർ അല്ല. കണ്ടോ, ഇത് ആസിഡ് ആണ്, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് സോൾട്ടും ഹൈഡ്രജൻ. സോൾട്ട് ആണ്. ഓക്കെ, ഇനിയും ഇത് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്താലോ? CH3COOH ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്താലോ? അപ്പോഴും എന്ത് തന്നെ? ആസിഡും ബേസും ചേർന്ന സോൾട്ടും വാട്ടറും തന്നെ ഉണ്ടാവും. അപ്പോഴും ഉണ്ടാകുന്ന സോൾട്ട് എന്ത് തന്നെയാണ്? ഈ Na എവിടെ വരും? ഈ H നെ മാറ്റിയിട്ട് അവിടെ വന്നിട്ട് ഈ H ഈ OH ന്റെ കൂടെ പോയിട്ട് വാട്ടർ. മനസ്സിലായോ? അപ്പൊ അപ്പോഴും ഉണ്ടാകുന്ന CH3COONA തന്നെയാണ്. പ്ലസ് എന്താ? ആസിഡ് പ്ലസ് ബേസ് ഗീവ് സോൾട്ട് പ്ലസ്. പിന്നെ ഇത് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, കാർബണേറ്റ് CH3COOH. ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാകുന്നത്? സോൾട്ടും ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രജനും വാട്ടറും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? നമ്മൾ അങ്ങനെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? Na2CO3 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് CH3COONA പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്തായാലും ഉണ്ടാവും. അതിനെ ബ്രിസ്ക് എഫർവെൻസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണല്ലോ? ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ തന്നെ വീണ്ടും എഴുതാം. ഈ റിയാക്ഷൻ എസ്റ്ററിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതും കൂടെ എഴുതി വെച്ചേക്കണം. നേരത്തെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ, ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് എസ്റ്ററിഫിക്കേഷൻ ആയിരിക്കും. അത് ഇവിടെ ഉണ്ട്. ആൽക്കഹോൾ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴല്ലേ എസ്റ്റർ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഇവിടെ എഴുതത്തില്ലയോ? ഇത് എന്ത് എഴുതാം? C2H5OH നെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? CH3COOH ആയിട്ട് റിയാക്ട് ചെയ്യുക. OH പോകുന്ന എന്നിട്ട് എന്താ ആഡ് ചെയ്യുക? H2SO4 ആഡ് ചെയ്യുക. H2SO4 ആഡ് ചെയ്യുമ്പോൾ വാട്ടർ പോകും. വാട്ടറിന്റെ OH എവിടുന്നാ പോകുന്നത്? OH വേണ്ടി ഇവിടുന്നും H ഇവിടുന്നും ആകും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? CH3COOC2H5 പ്ലസ് H2. ഇതിനെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. എസ്റ്ററിഫിക്കേഷൻ നേരത്തെ തന്നുകൊണ്ടാണ് ഇത് എഴുതാത്തത്. നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് തന്നുകൊണ്ടാണ് എഴുതാത്തത്.
ഇത് ഒരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. ഇറ്റ് ഫോംസ് അടുത്തത് ഇറ്റ് ഫോംസ് അസറ്റിക് അൻഹൈഡ്രൈഡ് when reacts with phosphorus pentoxide by losing water molecule അതായത് CH3COOH ഇതിന്റെ രണ്ട് മോളിക്യൂൾ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് P2O5 എടുക്കുക, ഫോസ്ഫറസ് എന്നിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ? ഇത് കാണാൻ പഠിക്കണം. ഇതിനെയാണ് അസറ്റിക് അനഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. CH3CO twice O. ഇത് കാണാൻ പഠിക്കേണ്ടതാണ് എല്ലാ തരത്തിലും. അതായത് ഈ രണ്ട് CH3COOH-നകത്തുനിന്ന് H2O മാറ്റുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണിത്. ഇതിനെ അസറ്റിക് അൻഹൈഡ്രൈഡ് എന്നാണ്. അസറ്റിക് അൻഹൈഡ്രൈഡ് പ്ലസ് ടുവിലൊക്കെ ചവർ പോലെ പഠിക്കാനുള്ള സാധനം. അസറ്റിക് അൻഹൈഡ്രൈഡ് കേട്ടോണ്ടേ. ഓക്കെ, അസറ്റിക് അൻഹൈഡ്രൈഡ്. പിന്നെ ഇത് റിഡക്ഷൻ നടത്തുമ്പോൾ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. CH3COOH-നകത്ത് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോൾ ഫോം ചെയ്യും. അതായത് H2നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് നോക്കിയേ ഈ ഓക്സിജൻ എടുത്ത് കളയും. റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പൊ ഇവിടെ CH2 ആൽക്കഹോൾ ഉണ്ടാവും. അത് ഇങ്ങനെ എഴുതേണ്ടത് റിഡക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് produce alcohol plus H2O. അവിടെ എന്താ സംഭവിച്ചത്? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കും, റിമൂവൽ ഓഫ് ഓക്സിജൻ, രണ്ടും ഇവിടെ നടക്കും. നോക്കിയേ, ഈ കാർബൺ ഉണ്ടെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആഡ് ആവും, എന്നിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യും? എടുത്ത് കളയും. അപ്പൊ നോക്കിയേ, രണ്ട് ഹൈഡ്രജൻ ഈ കാർബൺ ഉണ്ടെങ്കിൽ ആഡ് ആയി ഓക്സിജൻ. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും നമുക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് കൂടെ പഠിക്കാം. ടെസ്റ്റ് കൂടെ പഠിച്ചിട്ട് അതിന്റെ യൂസ് ഒന്ന് ഓടിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ. അസിറ്റിക് ആസിഡിന്റെ യൂസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ലബോറട്ടറി റീജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിനീഗർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡൈസ്, പെർഫ്യൂംസ്, മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. റബ്ബർ, ലാറ്റക്സിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ, അതായത് കൊയാഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ കട്ടിയുള്ളതിനെ ലൂസ് ആക്കാൻ വേണ്ടി, മനസ്സിലായി? അല്ല സോറി, ലൂസ് ആയിട്ടുള്ളതിനെ കട്ടി പിടിപ്പിക്കാൻ വേണ്ടി കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, അതായത് ഹേർട്ട് പേഷ്യന്റ് പെയിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, അതുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാർണിഷ്, റയോണ്, പാക്കിംഗ് മെറ്റീരിയൽ ഒക്കെ എന്താണ് ഉപയോഗിക്കാൻ വേണ്ടി ഈ സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ആ സെല്ലുലോസ് അസറ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാർബോക്സിലിക് ആസിഡിനെ അഥവാ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫ്ലേവറിങ്, ചൂയിങ് ഗം ഇല്ലേ, ചൂയിങ് ഗം, എന്തുവാ, ബബിൾ ഗത്തിന്റെ ഫ്ലേവറിങ് ഏജന്റ് ഇല്ലേ, അതുണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. അതിനെ അമൈൽ അസറ്റേറ്റ് എന്നാണ് പറയുന്നത്, ഓർക്കണം, അമൈൽ അസറ്റേറ്റ്. ഇനി ഇതിന്റെ ആ ടെസ്റ്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് അതോടൊന്ന് ഇവിടോട്ടൊന്ന് എഴുതുകയാണ്. അതായത് ടെസ്റ്റ് എന്ന് എഴുതിക്കോ. ഓൺ ആഡിങ് ethanoic acid on adding ethanoic acid to carbonate and bicarbonate, എന്താ സംഭവിക്കുന്നത്? കാർബണേറ്റ് നിന്ന് ബൈകാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇവോൾവ്, CO2 ഈസ് ഇവോൾവ്. അതൊരു ടെസ്റ്റ് അല്ലേ? രണ്ടാമത്തേത് എന്താണ്? ഇത് ആൽക്കഹോളുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? H2SO4 എസ്റ്റേഴ്സ് ഉണ്ടാകും, അതിനൊരു പ്ലസന്റ് സ്മെല്ലാണ്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ആഡ് ചെയ്യുന്നത്. അതായത് എസ്റ്ററിഫിക്കേഷൻ produce pleasant smell. പിന്നെന്താ, ഇതൂടെ ഒന്ന് പഠിച്ചോണം. ഓൺ ആഡിങ്
adding neutral iron 3 chloride FeCl3 wine red color is produced. ഇത് ഓർത്ത് വെച്ചോണേ. വൈൻ മറ്റേ രണ്ടെണ്ണം നമ്മൾ പഠിച്ചാണ്ട് ഓർക്കും, ഇത് ഓർക്കത്തില്ല. വൈൻ റെഡ് കളർ ഈസ് എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? ഈ കാർബോക്സിലിക് ആസിഡിനകത്തോട്ട് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈൻ റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാം അത് കാർബോക്സിലിക് ആസിഡാണ്. അങ്ങനെ ഈ ചാപ്റ്റർ നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ, ഇനിയിപ്പോ നമുക്ക് ഒരു ഇതല്ലേ ഉള്ളൂ,